friends, welcome to another episode of Travelers Cafe. ഞങ്ങൾ കോട്സ്വേൾഡിൽ പോയ വില്ലേജസും അവിടുത്തെ പ്രത്യേകതകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ മോട്ടോർ ബൈക്ക് ലൈസൻസ് എങ്ങനെ എടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ്. ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ചെറിയ കൺട്രി സൈഡിലാണ്, പക്ഷേ കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമല്ല, മോട്ടോർ ബൈക്ക് ലൈസൻസിനെ പറ്റി സംസാരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, മോട്ടോർ ബൈക്ക് ലൈസൻസ് എടുക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ആദ്യം എന്ന് പറയുന്നത് ആദ്യത്തേത് 17 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കമ്പൽസറി ബേസിക് ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് മോഡ് 1 ആൻഡ് മോഡ് 2. നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൈഡിംഗ് സ്കൂളിൽ പോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് അവർ തരും. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം CBT എന്ന് നോക്കാം. ഓക്കെ, സോ CBT എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറി ടെസ്റ്റ് ഉണ്ട് മോട്ടോർ ബൈക്കിൻ്റെ. അതിനായിട്ടുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വാങ്ങാനും ഒക്കെ കിട്ടും അത്, ആ ഒരു ബുക്ക്. നമ്മുടെ കാറിൻ്റെ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പോലെ തന്നെയാണത്. അതിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ഹാസാർഡ് പെർസെപ്ഷൻ്റെ വേറൊരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പം അതിന് ഏകദേശം ഒരു £50 ചിലവ് വരും. അപ്പം CBT എടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷം അത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് CBT. ഓക്കെ, സോ CBT എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് അല്ല. ഒരു ദിവസം അവർ നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവോ എന്നുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പോൾ അതൊരു 8 മണിക്കൂറുള്ള ഒരു കോഴ്സ് പോലെയാണ്. അപ്പം രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2 മണിയാകുമ്പം നമുക്ക് അവിടുന്ന് റിലീവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ ഒരു കാർ പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നമുക്ക് മോട്ടോർ ബൈക്ക് ബാലൻസ് ഉണ്ടോ, അതുപോലെ നമുക്കൊരു 8ൽ കൂടെ വണ്ടി എഴുതാൻ പറ്റുമോ, ഓടിക്കാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളൊക്കെ നോക്കി നമുക്കൊരു ബേസിക് ആയിട്ടുള്ള അറിവ് വണ്ടിയെ പറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരൊന്ന് പരിശോധിച്ചിട്ട്, പിന്നെ ട്രാഫിക്കിലെ ബേസിക് റൂൾസും അറിയാവോ, റൗണ്ട് അബൌട്ട് എങ്ങനെ മാറണം, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിലൊരു CBT കമ്പൽസറി ബേസിക് ട്രെയിനിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വലിയ ബൈക്കൊന്നും ഓടിക്കാൻ പറ്റില്ല. L ബോർഡ് വെച്ചിട്ട് നമുക്ക് ബൈക്ക് ഓടിക്കാം. CBT കിട്ടിക്കഴിഞ്ഞാലും ചില മോട്ടോർ വേയിൽ നമുക്ക് മോട്ടോർ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. അതുപോലെ 125cc മുകളിലുള്ള ബൈക്ക് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് ഒരു പില്യൺ പാസഞ്ചറെ അല്ലെങ്കിൽ കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നോക്കിയാൽ, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൽസിനെ ഒരു ഓവർ 2 years നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് പോലെയാണ് ഈ CBT സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ CBT എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 2 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ എപ്പോഴെങ്കിലും നമുക്ക് മൊഡ്യൂൾ 1 ക്ലിയർ ചെയ്താൽ മതി. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ശരിക്കും ഒരു ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ അവരൊരു നമുക്ക് കുറേ ട്രെയിനിങ് ഒക്കെ തരും. അതിന് നമ്മുടെ റൈഡിങ് സ്കൂളുകാർ അത് കുറച്ച് റോഡിലേക്കൊക്കെ കൊണ്ടുപോകും, ബട്ട് ഒബ്സർവ്ഡ് റൈഡായിരിക്കും. അപ്പം കുറച്ച് ട്രെയിനിങ് തരും. അതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് ടെസ്റ്റാണ്. ഒരു എൻക്ലോസ്ഡ് ഏരിയയിൽ നമുക്ക് കുറച്ച് മാനുവേഴ്സ് തരും. എന്നിട്ട് അവർ നമ്മളോട് ഓടിച്ച് കാണിക്കാൻ പറയും. അവർ നമ്മളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. നല്ലപോലെ നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൈ കൊണ്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി മാറ്റാൻ പറ്റുന്നുണ്ടോ, പിന്നെ ഒരു ഒബ്സ്റ്റാക്കിൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അതിനെ തിരിച്ച് വണ്ടി മാറ്റിവിടും, അല്ലെങ്കിൽ ഒരു 8 കൂടെ എങ്ങനെ വണ്ടി എടുക്കും, ഒരു വലിയ വളവ് എങ്ങനെ തിരിച്ചെടുക്കും, അങ്ങനെ ഏകദേശം 15ഓളം മാനുവേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പം മോഡ് 1 കഴിഞ്ഞാലും നിങ്ങൾക്ക് മോട്ടോർ ബൈക്ക് ഒരു ഹെവി മോട്ടോർ ബൈക്ക് പുറത്തേക്ക് എടുത്ത് റോഡിൽ കൂടെ ഒന്നും ഓടിക്കാൻ പറ്റില്ല. സ്റ്റിൽ നമ്മൾ എൽബോർഡ് വെച്ച് 125cc റെസ്ട്രിക്ഷൻസിൽ ഒരു മോട്ടോർ ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തത് മോഡ് 2 ആണ്. ഓക്കെ, പിന്നീട് മോഡ്യൂൾ 2 ആണ്. അതാണ് ശരിക്കും റോഡ് ടെസ്റ്റ്. മോഡ് 1ൻ്റെ അത്രയും ടഫല്ല മോഡ് 2 എന്ന് പറയുന്നത്. കാരണം അത് റോഡിൽ കൂടെ നമ്മൾ ഓടിച്ച് കാണിക്കേണ്ടതാണ്. മോഡ് 1ൽ കുറച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത് മോഡ് 1 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ മാനുവേഴ്സ് ഉണ്ട്. അത് അവർ പറയുന്ന പോലെ കറക്റ്റായിട്ട് നമ്മളത് ഓടിച്ച് കാണിക്കണം. ടഫാണ് കുറച്ച്. മോഡ് 2 റിലേറ്റീവ്ലി ഈസിയാണ്. റോഡ് ടെസ്റ്റാണ്. അവർ ഒരു എക്സാമിനർ നമ്മളുടെ പുറകിൽ റൈഡ് ചെയ്യുമ്പോൾ അയാൾ പറയുന്ന ഡയറക്ഷൻസിൽ നമ്മൾ മോട്ടോർ ബൈക്കും കൊണ്ട് പോയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടോർ ബൈക്ക് ലൈസൻസ് കിട്ടി. ഓക്കെ, സോ ഇതിനെല്ലാത്തിനും കൂടി ഈ CBT മോഡ് 1 ആൻഡ് മോഡ് 2 എല്ലാത്തിനും കൂടി ഒരു പാക്കേജായിട്ട് തരുവാണെങ്കിൽ ഏകദേശം 800 pounds ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ CBT മാത്രം എടുക്കാം. CBTക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം 120 pounds ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തോളം CBT വാലിഡ് ആണ്. CBT ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ മോഡ് 1ഉം മോഡ് 2ഉം ക്ലിയർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പാക്കേജായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മോഡ് CBT മാത്രമായിട്ട് എടുക്കാം, പിന്നെ മോഡ് 1 മോഡ് 2 വേറെ ആയിട്ട് എടുക്കാം. അങ്ങനെ ഓപ്ഷൻസ് കുറേ ഉണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു റൈഡിങ് സ്കൂളിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പം പറഞ്ഞു തരും. സോ ഗുഡ് ലക്ക് ഫോർ യുവർ മോട്ടോർ ബൈക്ക് റൈഡിങ് ലൈസൻസ് ടെസ്റ്റ്. നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ നമുക്ക് പോവാം. ഏത് ബൈക്ക് വേണമെങ്കിലും എടുത്ത് ഓടിക്കുകയും ചെയ്യാം. സോ UK മോട്ടോർ ബൈക്ക് ലൈസൻസ് എങ്ങനെ എടുക്കാമെന്നുള്ളതിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വില്ലേജുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.